തേക്ക് തോട്ടങ്ങൾക്കും പ്രകൃതി ഭംഗിക്കും ചരിത്രപരമായ കോവിലകങ്ങൾക്കും പേരുകേട്ട സ്ഥലമാണ് നിലമ്പൂർ. ലോകത്തിലെ ഏറ്റവും പഴയ തേക്ക് പ്ലാന്റേഷനായ കനോലി പ്ലോട്ട്, തേക്ക് മ്യൂസിയം, ചാലിയാർ നദി, ആഢ്യൻപാറ വെള്ളച്ചാട്ടം എന്നിവ ഉൾപ്പെടുന്ന നിലമ്പൂരിൽ വികസന പ്രവർത്തനങ്ങളുടെ കുത്തൊഴുക്കാണ്. ഒന്നിച്ചു മുന്നേറിയ പതിറ്റാണ്ടിൽ ഇനി നിലമ്പൂർ കാഴ്ചകളാണ്. അനസ്യൂതമൊഴുകുന്ന ചാലിയാർ നദി പോലെയാണ് നിലമ്പൂരിലെ വികസന പ്രവർത്തനങ്ങൾ. പദ്ധതികൾ ഇടതടവില്ലാതെ യാഥാർത്ഥ്യമാകുന്നതോടെ നിലമ്പൂർ നിന്ന നിൽപ്പിൽ കുതിക്കുകയാണ്. പ്രധാനമായും റോഡുകൾ, പാലങ്ങൾ, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ മേഖലകളിലാണ് മണ്ഡലത്തിൽ കൂടുതൽ നിക്ഷേപം നടന്നിട്ടുള്ളത്. നിലമ്പൂർ നിയോജക മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസന മുന്നേറ്റമാണ്, വികസന വിപ്ലവമാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ സാമ്പത്തിക ഉപരോധത്തെ മറികടക്കാൻ എങ്ങനെ സ്വന്തമായി വരുമാനമുണ്ടാക്കി എങ്ങനെ ഈ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാമെന്ന് രാജ്യത്തിന് കാണിച്ചു കൊടുക്കുകയാണ് കേരളത്തിലെ ഗവൺമെൻറ് കിഫ്ബിയിലൂടെ ചെയ്തത്. അതിൻ്റെ നേട്ടം ആവോളം ആസ്വദിച്ചിരിക്കുന്നു നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ. മണ്ഡലത്തിലെ ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി വലിയ തുകയാണ് അനുവദിച്ചിട്ടുള്ളത്. മലപ്പുറം ജില്ലയിലൂടെ കടന്നുപോകുന്ന ഹിൽ ഹൈവേയുടെ പ്രധാന ഭാഗങ്ങൾ നിലമ്പൂർ മണ്ഡലത്തിലാണ്. ഇതിന്റെ നവീകരണത്തിനായി കോടിക്കണക്കിന് രൂപ അനുവദിച്ചിട്ടുണ്ട്. സീതക്കുണ്ട് മുണ്ടേരി റോഡിന്റെ നവീകരണത്തിനായി 24.57 കോടി രൂപ അനുവദിച്ചതും നിലമ്പൂർ ടൗൺ മമ്പാട റോഡ് BM&BC നിലവാരത്തിൽ നവീകരിക്കുന്നതിനായി ഫണ്ട് അനുവദിച്ചതും വികസന പാതയിലെ നാഴികക്കല്ലാണ്. കനോലി കനാലിന് കുറുകെയുള്ള പുതിയ പാലങ്ങൾക്കും മറ്റ് ചെറിയ പാലങ്ങൾക്കുമായി വിവിധ ഘട്ടങ്ങളിലായി തുക അനുവദിച്ചത് മണ്ഡലത്തിന്റെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടി. 160 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഈ മണ്ഡലത്തിലെ 5 പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന മലയോര ഹൈവേ അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ്. മുണ്ടേരി മുതൽ പൂക്കോട്ടുംപാടം വരെയുള്ള 45 കിലോമീറ്റർ അത് 5 പഞ്ചായത്തുകളിലൂടെയാണ് കടന്നു പോകുന്നത്. അതിന് 160 കോടി രൂപയുടെ ചെലവാണ്. അത് ഏതാണ്ട് പൂർത്തീകരിച്ചു കഴിഞ്ഞു. അപൂർവം ചെറിയ ചില സ്ഥലങ്ങളിൽ ഭൂമി ഏറ്റെടുത്തു കൊടുക്കാനുള്ള തടസ്സം മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. അത് നിലമ്പൂർ മണ്ഡലത്തിലെ ഗതാഗത മേഖലയിൽ പൊതു ഗതാഗത സംവിധാനത്തിലും വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്.
പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 5 കോടി രൂപയുടെ പദ്ധതികളാണ് നടപ്പാക്കുന്നത്. സ്കൂൾ കെട്ടിടങ്ങളുടെ കാര്യം വിദ്യാഭ്യാസ മേഖലയിൽ വളരെ എടുത്തു പറയാവുന്ന ഒരുപാട് നേട്ടങ്ങൾ. ഇപ്പം നിലമ്പൂർ മാനവേദന ഹൈസ്കൂൾ എന്ന് പറയുന്നത് ഈ ജില്ലയിലെ തന്നെ അതിപുരാതനമായ സ്കൂളുകളിലൊന്നാണ്. അത് അസൗകര്യങ്ങളാൽ വീർപ്പുമുട്ടുന്നൊരവസ്ഥയായിരുന്നു മുമ്പുണ്ടായിരുന്നതെങ്കിൽ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടങ്ങളായിരുന്നു അതിനുണ്ടായിരുന്നതെങ്കിൽ, അതെല്ലാം ഇന്ന് പുതുക്കിപ്പണിയുക മാത്രമല്ല പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കി 8,45,00,000 രൂപ നിലമ്പൂർ മാനവേദന ഹൈസ്കൂളിലെ മാത്രം അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ചെലവഴിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് അതിമനോഹരമായ കെട്ടിടങ്ങളോട് കൂടിയ ഒരു വിദ്യാഭ്യാസ കോംപ്ലക്സായി നിലമ്പൂർ മാനവേദന ഹൈസ്കൂൾ മാറി. അതേപോലെ എടക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, മൂത്തേടം ഹയർ സെക്കൻഡറി സ്കൂൾ, പിന്നെ പൂക്കോട്ടുംപാടം ഹയർ സെക്കൻഡറി സ്കൂള് തുടങ്ങിയ ഹയർ സെക്കൻഡറി സ്കൂളുകൾക്ക് 3 മുതൽ 5 കോടി വരെ ഉറുപ്പിക ചെലവഴിച്ചുകൊണ്ടുള്ള ആധുനിക സൗകര്യങ്ങളോടുകൂടിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ കിഫ്ബി വഴി കഴിഞ്ഞു. ഇപ്പോൾ ഏറ്റവും അവസാനം പണി പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അമരമ്പലം പഞ്ചായത്തിലെ പറമ്പ UP സ്കൂൾ 3 കോടി രൂപയുടെ കെട്ടിടത്തിൻ്റെ പണിയാണ് അവിടെ പൂർത്തിയായി. ഈ ആഴ്ച അതിൻ്റെ ഉദ്ഘാടനം നടക്കാൻ പോവുകയാണ്. ഇങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ, കായിക മേഖലയിൽ, അതേപോലെ അടിസ്ഥാന സൗകര്യ മേഖലകളിൽ നിരവധിയായ പ്രവർത്തനങ്ങൾ കിഫ്ബി വഴി നടന്നിട്ടുണ്ട്. കാലയളവിൽ ആരോഗ്യമേഖലയിലും ആര്യാടൻ ഷൗക്കത്ത് MLA-യുടെ നേതൃത്വത്തിൽ നിർണായക ചുവടുവയ്പ് നടത്തി. നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ നവീകരണത്തിനും പുതിയ കെട്ടിട സമുച്ചയങ്ങൾക്കുമായി വലിയ തുക അനുവദിച്ചിട്ടുണ്ട്. ഡയാലിസിസ് യൂണിറ്റ്, ആധുനിക ലാബ് സൗകര്യങ്ങൾ എന്നിവ ഇതിന്റെ ഭാഗമാണ്. ഏകദേശം 50 കോടിയിലധികം രൂപയുടെ മാസ്റ്റർ പ്ലാൻ പദ്ധതികൾ ഇതിനായി വിഭാവനം ചെയ്തിട്ടുണ്ട്. നിലമ്പൂർ നിയോജക മണ്ഡലത്തിനകത്ത് 1ഉം 2ഉം പിണറായി ഗവൺമെൻറ്റുകൾ നടപ്പാക്കിയ നിരവധി വികസന പ്രവർത്തനങ്ങളുണ്ട്. അതിൽ കിഫ്ബി വഴി വളരെ പ്രധാനവും ശ്രദ്ധേയവുമായ പല പദ്ധതികളും ഈ മണ്ഡലത്തിനകത്ത് നടക്കുകയുണ്ടായി. ഏതാണ്ട് 720 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് ഈ നിയോജക മണ്ഡലത്തിനകത്ത് കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ നടന്നത്. അത് അരനൂറ്റാണ്ടുകാലം 50 വർഷക്കാലത്തിനിടയിൽ നിലമ്പൂർ മണ്ഡലത്തിൽ നടന്ന വികസന പദ്ധതികളെക്കാൾ മുകളിലാണ് ഈ 10 വർഷക്കാലം കൊണ്ടുണ്ടാക്കിയ പദ്ധതികൾ. അതിലേറ്റവും പ്രധാന പങ്ക് വഹിച്ചത് കിഫ്ബിയാണ്.
നിലമ്പൂരിലെ ടൂറിസം സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനായി പ്രകൃതി സൗഹൃദ പാർക്കുകൾക്കും കനോലി പ്ലോട്ട് നവീകരണത്തിനുമായി പദ്ധതികൾ നിലവിലുണ്ട്. നിലമ്പൂർ നഗരസഭാ സ്റ്റേഡിയം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനായി ഏകദേശം 10 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതും നേട്ടങ്ങളുടെ പട്ടികയിൽ മുന്നിലുണ്ട്. അതേപോലെ എടുത്തു പറയേണ്ട മറ്റൊരു പദ്ധതിയാണ് കായിക മേഖലയിൽ വലിയ കുതിച്ചുചാട്ടത്തിന് കാരണമായേക്കാവുന്ന നിലമ്പൂർ മാനവേദൻ സ്കൂൾ കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ള മിനി സ്പോർട്സ് കോംപ്ലക്സ്. അവിടെ 4x4 ഓട്ടത്തിനാവശ്യമായ സിന്തറ്റിക് ട്രാക്ക്, അതേപോലെ നീന്തൽക്കുളം, ബാസ്കറ്റ്ബോൾ കോർട്ട്, ഇങ്ങനെ വിവിധങ്ങളായ കായിക മത്സരങ്ങൾ നടത്താൻ ആവശ്യമായ രൂപത്തിലുള്ള ആധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ സ്പോർട്സ് കോംപ്ലക്സ്. അതിന് 28 കോടി രൂപയാണ് അതിനുവേണ്ടി കിഫ്ബി വഴി ചെലവഴിച്ചിട്ടുള്ളത്. നവകേരളത്തിന്റെ വികസന കുതിപ്പിൽ നിലമ്പൂരും പിന്നിലല്ല എന്ന് തെളിയിക്കുന്ന വികസന ചിത്രമാണ് മണ്ഡലം വരച്ചിരുന്നത്. കാലത്തിനനുസരിച്ച മാറ്റങ്ങൾ നിലമ്പൂരിന്റെ ഖ്യാതിക്ക് മാറ്റുകൂട്ടുകയാണ്. സംസ്ഥാന സാമൂഹ്യനീതി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നയിക്കുന്ന തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട നിയമസഭാ മണ്ഡലത്തിലെ വികസന കുതിപ്പിന്റെ നേർചിത്രങ്ങളാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നത്. ഇന്നലെകളുടെ സാംസ്കാരിക പാരമ്പര്യവും വാണിജ്യ മികവും ഹൃദയത്തിലേറ്റിയാണ് ഇരിങ്ങാലക്കുട വർത്തമാന കാലഘട്ടത്തിൽ വളർച്ചയുടെ പാതകൾ പിന്നിടുന്നത്. പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിലെ മികവിലും ശ്രദ്ധയൂന്നി മണ്ഡലം മുന്നേറുമ്പോൾ ജനകീയ സ്വപ്നങ്ങൾക്കും ഇവിടെ നിറം പകരുകയാണ്. കിഫ്ബിയുടെ സഹായത്തോടെ വിദ്യാഭ്യാസ മേഖലയിൽ സ്കൂൾ കെട്ടിടങ്ങളും 2 പ്രധാനപ്പെട്ട റോഡുകളുടെ കാലത്തിനനുസൃതമായ നവീകരണവും വീതി കൂട്ടി വിപുലീകരിക്കുന്ന പ്രവർത്തനം ഉൾപ്പെടെ ഏറ്റെടുക്കാൻ സാധിച്ചു. പറയങ്കടവ് പാലത്തിൻ്റെ പ്രവൃത്തി കോടികളുടെ ബൃഹത്തായ ഒരു നിർമ്മാണ പ്രവൃത്തി എന്ന നിലയിൽ സാധാരണഗതിയിൽ മണ്ഡലത്തിന് അനുവദിക്കുന്ന സർക്കാർ ഫണ്ടുകളിലൂടെ ചെയ്യാൻ എളുപ്പമല്ലാത്ത ഒരു വലിയ പദ്ധതി കിഫ്ബിയിലൂടെ ലഭ്യമായി എന്നുള്ളത് ഒരു വലിയ നേട്ടമായി തന്നെ കരുതുകയാണ്. പറയങ്കടവ് പാലത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട പ്രാരംഭ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞു.
17 മീറ്റർ വീതിയിൽ 4 വരി പാതയാക്കി നവീകരിക്കുന്ന വാണ ചന്തക്കുന്ന് റോഡ് വികസനം മണ്ഡലത്തിന്റെ മുഖഛായ മാറ്റുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇരിങ്ങാലക്കുട കട്ടില പൂവം റോഡ് വികസനമാണ് മറ്റൊരു പ്രധാന പദ്ധതി. അന്താരാഷ്ട്ര നിലവാരത്തിൽ BM&BC രീതിയിലാണ് നിർമ്മാണം നടക്കുന്നത്. മാപ്രാണം തൃപ്രയാർ റോഡിന്റെ നവീകരണവും പ്രധാന പദ്ധതികളിലൊന്നാണ്. നഗരത്തിലെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സ്കൈ ഓവർ പദ്ധതിയുടെ പ്രാരംഭ നടപടികൾക്കും തുടക്കം കുറിച്ചു കഴിഞ്ഞു. കരുവന്നൂർ മുതൽ കാട്ടൂർ വരെ പോകുന്ന റോഡ് കിഫ്ബിയിൽ ഉൾപ്പെടുത്തി പണി ആരംഭിക്കുകയാണ്. ഭരണാനുമതിയും ടെക്നിക്കൽ സാങ്ഷനും ലഭിച്ച് ടെൻഡർ നടപടികൾ പൂർത്തീകരണ ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. കരുവന്നൂർ കാട്ടൂർ റോഡിന് 12 കോടി രൂപയും ചാത്തൻ മാസ്റ്റർ റോഡിന് മാപ്രാണത്തെ ചാത്തൻ മാസ്റ്റർ റോഡിന് 10 കോടി രൂപയുമാണ് അനുവദിച്ചിട്ടുള്ളത്. ടെൻഡർ നടപടികൾ ഉടനെ പൂർത്തീകരിച്ച് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയും എന്ന് കരുതുകയാണ്. അതുപോലെ പറയങ്കടവ് പാലത്തിന് ഭൂമി ഏറ്റെടുക്കുന്ന നടപടികൾക്കുൾപ്പെടെ 26 കോടി 68 ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. സർവേ കഴിഞ്ഞ് ഭൂമി ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരോഗ്യ മേഖലയുടെ ഉണർവിനായുള്ള പ്രവർത്തനങ്ങളും ശ്രദ്ധേയമാണ്. 5.27 കോടി രൂപയോളം ചെലവഴിച്ച് ജനറൽ ആശുപത്രിയിൽ നിർമ്മിച്ച അത്യാധുനിക ഡയാലിസിസ് സെന്റർ ഇതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ്. ഒരേ സമയം 10 രോഗികൾക്ക് ഇവിടെ സേവനം ലഭ്യമാകുമെന്നതാണ് പ്രത്യേകത. പൊറത്തിശ്ശേരി ഫാമിലി ഹെൽത്ത് സെന്ററും കാറും വെള്ളാനിയിലെ സബ് സെന്ററുകളും നവീകരിച്ച് നാടിന് സമർപ്പിച്ചു കഴിഞ്ഞു. നമ്മുടെ സംസ്ഥാനത്തിന്റെ അടിസ്ഥാന സൗകര്യ വിപുലീകരണ രംഗത്ത് ഏകദേശം 1 ലക്ഷം കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് കിഫ്ബിയിലൂടെ ഏറ്റെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. റോഡുകളും തോടുകളും പാലങ്ങളും ഫ്ലൈ ഓവറുകളും സ്കൂൾ കെട്ടിടങ്ങളും ആശുപത്രി കെട്ടിടങ്ങളുമെല്ലാം ആ നിലയിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. മനുഷ്യരുടെ ജീവിത നിലവാര വർധനവിന് സംഭാവന ചെയ്യുന്ന വിധത്തിലാണ് ഈ കെട്ടിടങ്ങൾ പുതിയ കാലത്തിനും പുതിയ ലോകത്തിനും ഇണങ്ങുന്ന വിധത്തിൽ തയ്യാർ ചെയ്തിട്ടുള്ളത്.
എല്ലാ സർക്കാർ ഓഫീസുകളും ഒരു കുടക്കീഴിലാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള മൾട്ടി സ്റ്റോറീഡ് സിവിൽ സ്റ്റേഷൻ നിർമ്മാണം ഭാവനാപൂർണമായ പദ്ധതികളിലൊന്നാണ്. വിദ്യാഭ്യാസ മികവിന് ഊന്നൽ നൽകുന്ന പദ്ധതികളും ആരംഭിച്ചിട്ടുണ്ട്. പഠനത്തിന് സഹായകമാകുവാൻ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി വിദ്യാലയങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുവാനാണ് ശ്രദ്ധ ചെലുത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ വിദ്യാലയങ്ങളിൽ ലാബ് സൗകര്യങ്ങളും ഹൈടെക് ക്ലാസ് മുറികളും ലൈബ്രറികളും നിർമ്മിച്ചു. ഇരിങ്ങാലക്കുട മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം മണ്ഡലത്തിലെ സ്കൂളുകളിലെ കെട്ടിടങ്ങൾ, പ്രത്യേകിച്ച് നടവരമ്പ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 7 കോടി രൂപ ചെലവിലാണ് അതിൻ്റെ പ്രധാന കെട്ടിടം പണി പൂർത്തീകരിച്ചത്. അതിമനോഹരമായ നിലയിൽ വിട്രിഫൈഡ് ടൈൽസ് ഒക്കെ ഇട്ട് കാലത്തിനനുസൃതമായ നിലയിൽ പണിതീർത്തിട്ടുള്ള ആ കെട്ടിടം വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ല പഠന സാഹചര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ ഇരിങ്ങാലക്കുട മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലും 1 കോടി രൂപയ്ക്ക് ക്ലാസ് മുറികളോട് കൂടിയ കെട്ടിടം പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്തു. കാട്ടൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 1.5 കോടി രൂപ ചെലവിലാണ് കെട്ടിടം പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്തത്. ഇരിങ്ങാലക്കുടയിലെ ജനമനസ്സുകൾ തൊട്ടറിഞ്ഞുകൊണ്ട് വികസനം ഇവിടേക്ക് വിരുന്നെത്തുകയാണ്. ഭാവനാസമ്പന്നമായ പദ്ധതികളിലൂടെ സാംസ്കാരിക പൈതൃകത്തിന്റെ സമ്പന്നതയുമായി സമഗ്ര മേഖലകളിലും വികസനത്തിൻ്റെ പുതുനാളങ്ങൾ തീർത്ത് ഇരിങ്ങാലക്കുട നിയമസഭാ മണ്ഡലം കുതിക്കുകയാണ് വികസനത്തിൻ്റെ പുതുമാതൃക തീർത്തുകൊണ്ട്.